ഈ സാരിയൊക്കെ ഉടുത്തിങ്ങനെ ഫാഷൻ ഷോ ഒക്കെ കാണിച്ച് നിൽക്കുന്നത് വേറൊന്നിനുമല്ല, ഒരു പേരൊരു ചടങ്ങിന് പോകാനാണ്. സാരി ഉടുക്കുമ്പോൾ ഒരു ഷോ കാണിച്ചില്ലെങ്കിൽ പിന്നെ എന്ത്. എൻ്റെ കൂടെ അമ്മയുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ അവിടെ രാവിലെ തന്നെ അവിടെ എത്തി. പിന്നെ ഞങ്ങൾ ഉടനെ പോയി. ഇത് കുറച്ച് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. എനിക്ക് കുറച്ച് തയ്യൽ വർക്കൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് തിരക്കായിപ്പോയതിനാൽ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കാഞ്ഞതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ അവരുടെ വീട്ടിനടുത്ത് എത്തി. അവിടുന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് നടക്കണമായിരുന്നു. അവിടെ വണ്ടി ഇറങ്ങി പോകാൻ വലിയ പാടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഭയങ്കര സെറ്റപ്പിലൊക്കെ ആയിട്ട് ലൈറ്റ് സെറ്റും ഭയങ്കര ഡെക്കറേഷനൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നെയിമിങ് സെറമണി നടത്തുന്ന കുട്ടിയുടെ അച്ഛനും അമ്മയാണ്. അതോടെ ആ ഫോട്ടോ ഇങ്ങനെ നെയിമിങ് സെറമണിയൊക്കെ ഓപ്പൺ ആക്കി. ഇതൊരു പുതിയ ടെക്നിക്ക്, നല്ല മയിൽപ്പീലി, നല്ല രസമുണ്ടായിരുന്നു. നിധിക അരുൺ എന്നാണ് കുഞ്ഞിൻ്റെ പേരിട്ടത്. അടിപൊളി പേരാണല്ലേ. അങ്ങനെ പേരിടിയിലൊക്കെ മാലക കുട്ടി അങ്ങനെ ഉടുപ്പൊക്കെ ഇട്ടങ്ങ് ചുന്ദരി മണിയായി. ഇങ്ങനെയുണ്ട് ഞങ്ങളുടെ ചുന്ദരി കുട്ടി. അങ്ങനെ ഞങ്ങൾ അതിന് ശേഷം പിന്നെ ഫുഡൊക്കെ കഴിക്കാൻ പോയി കേട്ടോ. എന്താണെന്നറിയത്തില്ല, ഫുഡ് കണ്ടു കഴിയുമ്പോൾ വീഡിയോ എടുക്കുന്നവരെ ഞാനങ്ങ് മറന്നു. ഫുഡ് കഴിക്കാനായിട്ട് ചെന്നപ്പോഴാണ് കണ്ട ഇവിടെ നല്ല രണ്ടല്ല നല്ല സുന്ദര കുട്ടനും 2 കുഞ്ഞു പൂച്ചക്കുട്ടികളും മറ്റൊരു പട്ടി അവിടെ ഇരിപ്പുണ്ട്. അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് അവരെയൊക്കെ കണ്ട് ഒരു മുഖം കണ്ടാൽ എനിക്ക് ചിരി വന്നു. ഈ പട്ടിയുടെ പേരെന്താണെന്ന് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. പിന്നെ ഫുഡൊക്കെ കഴിഞ്ഞ് മേല് വന്നപ്പോഴത്തേക്ക് അവിടെ ഡാൻസൊക്കെ തുടങ്ങി. അവിടുത്തെ വന്ന കുട്ടികളൊക്കെ ഡാൻസ് കളിയൊക്കെ തുടങ്ങി. കുറേ നേരം എല്ലാവരുമായിട്ട് ഭയങ്കര ഡാൻസും പാട്ടും തകർപ്പും ഒക്കെ ആയിരുന്നു. നേരത്തെ ഡാൻസ് കളിച്ച കുട്ടിയുടെ അമ്മയാണ് കേട്ടോ, ഇത് മീനു. ഇതെൻ്റെ വീട്ടിലെ നാത്തൂൻ്റെ ബന്ധുക്കളാണ് കേട്ടോ ഇവരെല്ലാവരും. ഇവരുടെ വീട്ടിൽ എന്ത് പരിപാടിക്ക് പോയാലും ഇങ്ങനെ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ഒരു തകർപ്പ് തന്നെ ആയിരിക്കും. അവരെല്ലാവരും കൂടി ഇങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് ഒരു ഡാൻസും പാട്ടും ഒക്കെ ഒരു പ്രത്യേക വൈബാണ് അവരുടെ വീട്ടിൽ. പരിപാടിക്ക് എന്തിന് പോയാലും തന്നെ അങ്ങനെ ഡാൻസും പാട്ടും ഒക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് ഞങ്ങൾ തിരികെ പോന്നു.